സ്വർണവില കുതിക്കുന്നു. കുതിച്ചുയർന്ന പേടകം മൂക്ക് കുത്തി കടലിൽ വീണു. പടച്ചോനെ, സ്വർണവിലയും കൂപ്പുകുത്തി നിലത്ത് വീണേ. അയ്യോ, സ്വർണവിലയുടെ കാര്യം എടുക്കട്ടെ. പത്രക്കാർക്ക് വാർത്ത കൊടുക്കാൻ പറ്റുന്നില്ല, കൊടുക്കാതിരിക്കാനും. അത്രയും കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക ആ വാർത്തകള്. ഇനി സ്വർണവിലയുടെ കാര്യം പറഞ്ഞപ്പോളാ, സ്വർണ്ണ അപ്പടി കട്ട് കൊണ്ടുപോവല്ലേ ഓരോരുത്തന്മാര്. കട്ടിലെയും വാതിലും മേപ്പുരയും തറ വരെ മാന്തി കൊണ്ടുപോവുക. ഓരോ തന്ത്രങ്ങള്. തന്ത്രല്ലടോ, തന്ത്രി. തന്ത്രി അല്ല, മന്ത്രി. ഇമ്മള് പോറ്റി വളർത്തി ഓരോരുത്തന്മാരെ വലുതാക്കി ഓല ഒന്നിച്ചങ്ങോട്ട് കൊണ്ടുപോകാം. അങ്ങോട്ട് ഓലന്മാരത്തേക്ക്. വേണ്ട വേണ്ട വേണ്ട, ഇമ്മാരി വർത്താനൊന്നും പറയണ്ടട്ടാ. ഇതൊക്കെ കാണാനും കേൾക്കാനും മോളിൽ ഒരാളുണ്ട് എന്ന് മറന്നു പോവാണ് എല്ലാരും. മേലെ ആരാളാ ഉള്ളത്? നിന്റെ തന്തയോ? തന്തേനെ പറയുന്ന എന്നാ ഞാൻ ഈ കൈ വിടണ, കൈ പിടിച്ചൊക്കെയങ്ങനെ. അല്ല പിന്നെ ഞാനൊന്ന് പണിക്കരെടുത്ത് പോവുക. ഏത് പണിക്കര്? നമ്മളെ സോമപ്പണിക്കര്. ആള് പറഞ്ഞാ പിന്നെ അച്ചട്ടാ. ഇന്ത കാലത്തും അന്ധവിശ്വാസം. വേണ്ട മോനെ, അയാളെ കളിയാക്കണ്ട. അയാൾ ഇന്നാള് പറഞ്ഞത് വിശ്വസിച്ചന് പിറ്റേന്ന് ലോട്ടറി അടിച്ച്. മറ്റോനോ? മറ്റോന്റെ ഭാര്യ ഏതോ ഒരു ബംഗാളിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. വീട് പൊളിഞ്ഞ് വീണ് കിണറങ്ങട്ട് താന്ന് പോയി. അയ്യോ, പോ അവിടുന്ന്. ഈ കാലത്ത് മനുഷ്യനെ പറ്റിക്കാൻ ഓരോരുത്തർ. ആപത്ത് വന്നാലേ ഈയൊക്കെ പഠിക്കൂ. ഞാൻ എന്തായാലും അയാളെ കണ്ടിട്ട് വരാം. അത്യാവശ്യം ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. ചേട്ടാ പത്രവും തരുമോ? ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അതൊന്ന് നോക്കാനാ. ഇപ്പൊ തന്നെ തിരിച്ചു തരാം പ്ലീസ്. എടാ, മൂട്ടാനെക്കൊല്ലി മുക്കിലെ തുരപ്പനായന്ത്രന്റെ മോനല്ല നീ? ആണെങ്കി തനിക്കെന്താ? ഓന്റെ മോന രാഘവട്ടാ. ഈ നാട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങൾ അധികം ഒന്നുമില്ലല്ലോ. ഇങ്ങോട്ട് വാ മോനെ, നീ അങ്ങ് വളർന്നു പോയല്ലോ. ഒരു ചായ പറയട്ടെ? അല്ലടാ, അന്റെ പെങ്ങള് ഒരു ബംഗാളിന്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് 2 വർഷമായില്ലേ? ഓക്കെ കുട്ടികളൊക്കെ ആയാ? ആണെങ്കി തനിക്കെന്താ? ഇങ്ങനെ ഞങ്ങളെ നോക്കി പേടിപ്പിക്കല്ലടാ. ദേഷ്യം വരുമ്പോ എന്റെ മോന്ത കാണാൻ നല്ല ചേല. പുഷ്പാങ്കത. അല്ലടാ, എന്താ എന്റെ പേര്? എന്റെ പേര് പേരിക്ക. നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? നാണമില്ലാത്ത അസത്തുക്കള്. എന്റെ അച്ഛൻ നല്ല മാന്യമായിട്ടല്ലേ ജോലി ചെയ്ത് ഞങ്ങളുടെ കുടുംബം നോക്കണത്. എന്റെ അമ്മയും ജോലിക്ക് പോകുന്നുണ്ട്. എന്നെ കൊണ്ടാവുന്ന ജോലിക്ക് പോയിട്ട് ഞാനും കുടുംബം നോക്കുന്നു. നിങ്ങൾ എല്ലാരും നല്ല പണിക്കാരാ. നാട്ടിലെല്ലാവർക്കും അറിയാം. പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. എന്ത് പറയിപ്പിക്കാൻ? കുറച്ച് നേരത്തെ നിങ്ങൾ എന്റെ പെങ്ങളെ കളിയാക്കി പറഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞത് ശരിയാ. എന്റെ പെങ്ങള് ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്കാരന്റെ കൂടെ തന്നെയാ ഒളിച്ചോടി പോയത്. പക്ഷെ അവരും നല്ല മാന്യമായി തന്നെയാ ജോലിയെടുത്ത് ജീവിക്കുന്നത്, കൂലിപ്പണിക്ക് പോയിട്ട്. നിങ്ങളൊന്നും അവർക്ക് ചെലവിനൊന്നും കൊടുക്കുന്നില്ലല്ലോ. ഉവ്വോ, ഞാൻ ഇങ്ങനെയാണ്. എൻ്റെ സംസാരവും രൂപവും ഒക്കെ ഇങ്ങനെയാണ്. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കും. നിങ്ങളെ മാതിരി ഉള്ളവർക്കാണ്, എന്നെ പോലെയുള്ളവരെ കാണുമ്പോൾ ഈ സൂക്കേടൊക്കെ ഒരു തരം ചൊറിച്ചില്. ഒന്ന് നിർത്തടോ പെറക്കോഴിയെ. എങ്ങട്ടാ ഈ പറഞ്ഞു കേറിപ്പോണത്? ആണുങ്ങളെ പറയിപ്പിക്കാൻ പെൺകോലം കെട്ടിയിട്ട് കുറെ എണ്ണം. ഈറ്റളെ കാണി കണ്ട ദിവസം വെള്ളം കിട്ടൂല. നശിച്ച ജന്മങ്ങള്. കഷ്ടമുണ്ട് കേട്ടോ എന്നോടൊക്കെ ഇങ്ങനെ പറഞ്ഞ. നിങ്ങളോടൊക്കെ ദൈവം ചോദിക്കും. എടോ, ഈ വൈകുന്നേരം ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങാണ്ടി. നിങ്ങളെ മാറിയുള്ളവർക്ക് നല്ല ഡിമാൻഡാ. ഒരു ചുരിദാർ കൂടി ഇട്ടോളണ്ടിട്ടോ. നല്ല ഉരുപ്പടിയാ. പോവല്ലോ മുത്തേ. പ്രിയ കലാസ്നേഹികളെ, നിങ്ങൾക്ക് മുമ്പിൽ സ്നേഹപൂർവ്വം ഞങ്ങൾ അവതരിപ്പിക്കുന്നു കരിമ്പന യക്ഷിയുടെ തറവാട്ട് സ്വത്തല്ല. രചന സംവിധാനം വിനോദ് കീഴടത്ത്. സുധർമ്മേ, എവിടെയാണ് നീ? ഏത് സമയം തിരക്കാണല്ലോ നിനക്ക്. എന്താ ഇവിടെ ഇത്ര അധികം ജോലി? കണ്ടാ തോന്നും മലമറിക്കാന്ന്. എന്ന സമയത്ത് ഇവിടെ വല്ലതും നടക്കുന്നുണ്ടോ? അതുമില്ല. സുധർമ്മേ. അരുണേട്ടാ, വേണ്ടാട്ടോ. എന്തൊരു വിഷമാണെന്നറിയോ ഏട്ടൻ ഇങ്ങനെ പറയുമ്പോ എനിക്ക്. എന്റെ പേര് സുധർമ്മ എന്നാണ്, ചിട്ടി റോബോട്ട് എന്നല്ല. ഓ, എനിക്ക് ഇപ്പഴാ മനസ്സിലായത് കേട്ടോ. ചിട്ടി സുധർമ്മ. ചിട്ടി സുധർമ്മ. വേണ്ടാട്ടോ. അതെ, മര്യാദക്ക് നിന്നാ നിനക്ക് ഈ വീടിന് സ്വർഗാക്കാം. അല്ലെങ്കിലേ ഇത് കൊടു നരകവും. ഓർത്തോ, പെണ്ണുങ്ങൾക്ക്
കല്യാണം കഴിയണ വരെ ഉള്ളൂ സ്വന്തം വീട്. അത് കഴിഞ്ഞാ ഭർത്താവിന്റെ വീടാ അവർക്ക് സ്വന്തം വീട്. ഇതെന്റെ സ്വന്തം വീടല്ലല്ലോ. ഞാനിവിടെ ഒരു സെർവന്റിനെ പോലെയല്ലേ കഴിയുന്നത്. ആഹാ, നിങ്ങൾക്ക് വെച്ചുണ്ടാക്കി തരാനും നിങ്ങളെ വീട്ടിലെ പണിയൊക്കെ എടുക്കാനുള്ള ഒരു ശമ്പളം തരാത്ത വേലക്കാരി. ഓ, അത്രേ ഉള്ളൂ ഞാൻ. എന്ത് ചെയ്യാനാ, എന്റെ വീട്ടുകാര് സാമ്പത്തികം കുറഞ്ഞവരായിപ്പോയി. അച്ഛൻ അസുഖം, ഞങ്ങൾ 3 പെൺകുട്ടികൾ. അമ്മ വീട്ടു ജോലി എടുത്താൽ ഞങ്ങൾ പോറ്റി വലുതാക്കിയത്. ആവശ്യത്തിലധികം പഠിച്ചു 3 ആളും. ദൈവഭാഗ്യം കൊണ്ട് മറ്റു 2 പേർക്കും ജോലി കിട്ടി. ഭാഗ്യമില്ലാത്ത ഞാൻ ഇതാ ഇവിടെ ഇങ്ങനെ കഴിയുന്നു. എനിക്കത് പരിഭവമില്ലായിരുന്നേട്ടാ. പക്ഷെ എന്നോട് എപ്പോഴും അവജ്ഞയാണ് നിങ്ങൾക്ക്. അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. നാളടക്കടി മൂദേവി, അനങ്ങിയാ നിന്റെ ഒരു പുരാവർത്ത പറച്ചില് കേട്ട് മടുത്തു ഞാൻ. എനിക്ക് 100 കണക്കിന് നല്ല ആലോചനകൾ വന്നതാ. പക്ഷെ ജാതകം, പൊരുത്തം, അതൊന്നും ശരിയായില്ല. എന്റെ ഒരു വിധി അവസാനം എന്റെ തലയിൽ വന്നു വിടാൻ ഇങ്ങനെ ഒരു ശവം എവിടെ ഉണ്ടാവല്ലോ. പിന്നെ ഈ 4 കെട്ടും പറമ്പും നോക്കി നടത്താൻ ശേഖരമാവന് വയ്യാന്ന് പറഞ്ഞതും നിന്റെ ജാതക പൊരുത്തം വന്നതും ഒരുമിച്ചായിരുന്നു. എന്റെ ഒരു യോഗം. അരുണേട്ടാ, ഇനി പറഞ്ഞിട്ട് എന്താ? നമ്മുടെ കുട്ടികൾ വലുതായി. നോക്കൂ, 2 ആൺകുട്ടികള്. അവരുടെ കാര്യം ആലോചിച്ചിട്ട് സന്തോഷിച്ചൂടെ നമുക്കിനി? മിഥുന് ഏതു നേരവും പാട്ടും ഡാൻസും ആണ് ഇഷ്ടം. നോക്കൂ, ക്ലാസ്സിൽ ഇപ്പോഴും ഡാൻസ് കോമ്പറ്റീഷനിൽ അവനാണ് ഫസ്റ്റ്. ഇത്തവണ മോഹിനിയാട്ടം മത്സരത്തില് അവന് ഡിസ്ട്രിക്റ്റിൽ A ഗ്രേഡ് ആണ്. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ഏട്ടനെ കണ്ടിട്ട് തന്നെയാ അനിന്റെയും പഠിത്തം. മിഥുന്റെ മോഹിനിയാട്ടത്തോടാണ് കമ്പമെങ്കില് നിരഞ്ജൻ ഇഷ്ടം ഇപ്പോഴേ കുച്ചിപ്പുടിയാണ്. വെറുതെ അല്ല എന്റെ അമ്മ പറയുന്നത്, നിനക്ക് ആണും പെണ്ണുമായിട്ട് 2 ആൺകുട്ടികളാണെന്ന്. ആണും പെണ്ണും കെട്ട 2 ആൺകുട്ടികള്. അരുണേട്ടാ, അതേടി, എല്ലായിടത്തും ഇല്ലേ കുട്ടികള്? കുട്ടിക്കാലം മുതലേ ആണിനെ ആണായിട്ടും പെണ്ണിനെ പെണ്ണായിട്ടും വളർത്തണം. അമ്മ വേണ്ടത് പറഞ്ഞു കൊടുക്കണം മക്കൾ വലുതാവുമ്പോ. ഇതെന്താ ആൺകുട്ടികളെ 2 പെൺകുട്ടികളെ പോലെ വളർത്തുക? ഇവറ്റകൾ എന്റെ മക്കളാണല്ലോ എന്ന് ഓർത്ത് പലപ്പോഴും ലജ്ജ തോന്നാറുണ്ട്. ലജ്ജ. അരുണേട്ടാ, നശിച്ചവള്, ഒന്നിനും കൊള്ളാത്തവള്. എന്ത് പറഞ്ഞടാ? നിന്നെയൊക്കെ നിലക്ക് നിർത്താൻ കഴിഞ്ഞില്ലെങ്കില് പിന്നെ ഞാനൊക്കെ എന്തിനാണ് ജീവിക്കുന്നേ? സുധർമ്മേ, ആണും പെണ്ണും കേട്ടത് നിന്റെ മക്കളല്ല. അവരെ ഓർത്ത് ലജ്ജിക്കല്ല വേണ്ടത്, അവരുടെ ടാലന്റിൽ സന്തോഷിക്കുക. സുധർമ്മേ, ഓടാ. മടിച്ചത്തോട് കൂടിയത് അല്ലേ? ശരിക്കും ആണോ? ഈശ്വര. എന്റെ ഭാര്യ ആണായി പോയേ. നാട്ടുകാരെ ഓടുവായോ? എന്റെ ഭാര്യ ആണായി പോയേ. അയ്യോ, ഓടി വരണേ. അയ്യോ അയ്യോ, കഴുത്ത് വിട്. എന്റെ പിള്ളേരെ തൊടുവടാ നീ. സുധർമ്മേ, ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞതിനൊക്കെ മാപ്പ്. നീ ഒന്ന് പഴയ പോലെ ആവും സുധർമ്മേ, പ്ലീസ്. അയ്യോ, തള തീരുന്നുള്ള കലിപ്പോ. ഈശ്വര, ഇനി ഞാൻ എന്ത് ചെയ്യും? പുരുഷോത്തമാ, നിന്റെ ഭാര്യയിലെ സുധർമ്മ എന്നേക്കുമായി അവളെ വിട്ടു പോയി കഴിഞ്ഞു. ഇനി അവൾ അവനായി മാറുകയാണ്. അവൻ അമ്മേ ഭഗവതി, ശുക്ലാം ഭരതരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. എന്തിനാണോ ഇവിടെ നിന്ന് ഇങ്ങനെ പരിങ്ങണത്? ഇനി നോമ്പറഞ്ഞില്ലേ? നിങ്ങളുടെ 2 ആളുടെയും പ്രശ്നത്തിന് ഇവിടെ പരിഹാരമില്ല.
മയിലെണ്ണ കയ്യിൽ തേച്ച അപ്രത്യക്ഷമായിട്ട് അപ്പുറത്ത് കുളിക്കടവിൽ സുഖമായിട്ട് കുളി കാണാൻ കഴിയുന്ന വിദ്യ പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അതിനുള്ള മന്ത്രസിദ്ധി എനിക്കില്ല. ശുംഭൻ പോയിക്കൊള്ളുക രണ്ടാളും. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട. ജോത്സ്യരെ, നിങ്ങളെ കവടി നിർത്തി ഒന്നുകൂടി നോക്കിന്ന് എന്തെങ്കിലും കാണും. ഒന്ന് നോക്കി. ഈശ്വര, എനിക്കിനി ഈ സ്ലാങ്ങിൽ സംസാരിക്കാൻ കഴിയുമെന്ന് തോന്നണില്ല. നേരത്തെ ഞങ്ങള് തരാന്ന് പറഞ്ഞതിന്റെ ഡബിള് തരാ. നോക്കിന്ന് ജോത്സ്യരെ, നിങ്ങക്ക് കഴിയൂ. ഒന്ന് നോക്കി. ചലക്കാതെ പോടാ നായേ. എനക്ക് ഞാൻ ആരാന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല. നിന്റെ സൂക്കേടിന് നിന്റെ ദേഹമാസകലം നായിക്കൊർണപ്പൊടി തേച്ച് മുള്ളുമുരുക്കിന്റെ മേലെ കെട്ടിയിട്ട് തെരണ്ടി വാല കൊണ്ട് തല്ല വേണ്ടത്. അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത് നീ. ഓന്റെ അമ്മയെ കെട്ടിക്കണ മയിലെണ്ണ തേങ്ങ. കൃഷ്ണ ഗുരുവായൂരപ്പ ക്ഷമിക്കണേ. അവിക്രമസ്തു ശ്രീ ഗുരുഭ്യോ നമ. സരസ്വതി നമസ്തുഭ്യം വരദേ കാരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അമ്മേ ഭഗവതി കാത്തോളണേ. വാടാ, കല്ല് ജപിച്ചു കൊടുക്കുന്ന വേറൊരാളുണ്ട്. നമുക്ക് അവിടെ പോവാം. വാ. പറഞ്ഞില്ലേ എറിഞ്ഞു കൊല്ലെന്നെ ചെയ്യും. ഒരു മേപ്പാടം തിരുമേനി വന്നിരിക്കണു. അതവിടെ വെക്കി. അത് കഴിഞ്ഞ ആഴ്ച വാങ്ങിയ പാത്രല്ലേ, അത് പൊട്ടിക്കല്ലേ. ശരിയല്ലേ തിരുമേനി? തിരുമേനിയാണല്ലോ. മേപ്പാടം തിരുമേനി. എനിക്കറിയാലോ തിരുമേനിയാണെന്ന്. മേപ്പാടം തിരുമേനി. മേപ്പാട് തിരുമേനി നോമാണല്ലോ. ആണല്ലോ, മേപ്പാട് തിരുമേനിയാണ്. പറയാ എന്തേ ദൃഢം? തിരുമേനി, എന്റെ ഭർത്താവാണിത്. ഞാനൊരു പ്രശ്നത്തിലാണ്. എന്തേ, ഇയാളാണോ പ്രശ്നം? ഡിവോഴ്സ് ചെയ്ത് കളിയാ. എന്താ പറഞ്ഞത്? വെറുതെ അല്ല എന്നെ പ്രശ്നക്കാരെന്ന് പറയുന്നത്. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. ഏയ്, നാം പ്രശ്നക്കാരനല്ല. പ്രശ്നക്കാരൻ വേറൊരാളാ. നാം മഹാമാന്ത്രികൻ മേപ്പാടൻ. കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടില്ല. എന്നാൽ നാം കേട്ടിരിക്കണു ഒരുപാട്. എന്ത്? ആളെ ശരിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, എനിക്ക് നിങ്ങളെ തീരെ മനസ്സിലായില്ല. അയ്യോ, അങ്ങനെ പറയരുത്. മേപ്പാടം തിരുമേനിയല്ലേ ഇത്. തിരുമേനി, ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇയാൾക്ക് പലപ്പോഴും പല സ്വഭാവമാണ്. എന്താ സ്വഭാവക്കേട്? ചിലപ്പോ സ്ത്രീകളുടെ സ്വഭാവം. അറിയോ വേട്ടാ വെളിയ. ലേശം ഗ്യാപ്പിട്ട് നിന്നോടി, വല്ലാണ്ട് അങ്ങനെ അടിക്കണ്ട. എനിക്ക് നിങ്ങളെ വിചാരിച്ച അങ്ങനത്തെ യാതൊരു കുഴപ്പമില്ല. ആ, ശരി, അങ്ങോട്ട് മാറിക്കുക. ഇനി അത് വിചാരിച്ച ഞങ്ങൾ അങ്ങനെ സന്തോഷിക്കണ്ട. ഏയ് നോക്ക, ഇയാൾക്കൊരു കുഴപ്പമില്ല. എന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ ഏതെങ്കിലും പാവപ്പെട്ട യക്ഷിനെ പിടിച്ച് ജീവിച്ചോളാം. കൊണ്ടുപോയിക്കൊള്ളാം. എന്തിനാ വെറുതെ? തിരുമേനി, തിരുമേനി എന്ത് സുന്ദരനാ. നിങ്ങളുടെ ആ എടുപ്പും നടപ്പും ആരെയും വശീകരിക്കുന്ന കണ്ണുകൾ. ഇതുവരെ എന്നോട് ആരും ഇങ്ങനെ പറഞ്ഞില്ല. നോക്കട്ടെ, എന്നാ ഇത് തുടങ്ങിയത്? ഒരാഴ്ചയായി. എപ്പോഴും ഇല്ല, ചില സമയങ്ങളില്, ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം. പ്രത്യേക സമയം എന്ന് പറഞ്ഞ എന്റെ സാമീപ്യത്തിലും ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അസാമാന്യ ശക്തിയുള്ള ആരോ ആണിത്. ഞാനൊന്ന് ധ്യാനിക്കട്ടെ. എന്താ ഇത്? തിരുമേനി, എന്റെ തിരുമേനി, എന്റെ തിരു. മനുഷ്യന് സ്വൈരം തരില്ല. കൊണ്ടുപോയിക്കൊള്ളാം. എന്താ ഇത്? ചില കടുത്ത പ്രയോഗങ്ങൾ വേണ്ടി വരും. ഓം ശുക്ലാം ഓം ഹൈം ഹീം ഹും. Twinkle, twinkle, little star, how I wonder what you have up
up above the world so high, like a diamond in the sky. ഒഴിഞ്ഞു പോവാ, ഒഴിഞ്ഞു പോവാൻ. മോനെ, എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക്. എന്തൊരു വൃത്തിയുടെ മോന്ത. റെഡി ആയിട്ടോ, റെഡി ആയിരിക്കണോ? ഒഴിഞ്ഞു പോയിരിക്കണോ ബാധ. കൊണ്ടുപോയിക്കോളൂ, നിങ്ങളെ പുരുഷനെ പൂർണ്ണമായിട്ട് കൊണ്ടുപോയിക്കൂടാ. ഇതൊക്കെ അവളുടെ കളികളാ. നീലാംബരി. തിരുമേനി ഒരുപാട് നന്ദിയുണ്ട്. വരൂ, നമുക്ക് പോവാം. പോയിട്ട് വരാം. എന്തിനാ വരുന്നത്? പോയാ പോലെ. ഇനി എന്റെ യാത്ര അവളിലേക്ക്, നീലാംബരിയിലേക്ക്. ഓപ്പൺ. ഐതിഹ്യമായി വായിച്ച വല്ല പരിചയമുണ്ടോ? പറയാ. അല്ലെങ്കിൽ ബാലഭൂമി ബാലമംഗളം മാത്രം വായിച്ച പരിചയം മാത്രമേ ഉള്ളൂ? ഇല്ലവോ? എങ്ങനെയാ പറയാ? ഈ കൊട്ടാരത്തിന് ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല എഴുതിയത് ഇപ്പൊ ആരാണ് ആവോ? ആരാ പറയാ. താനല്ലേ ചോദിച്ചത്? ആരാ? കരിന്തോറ ശശിയാവോ? കരിന്തോറ ശശിയോ? ഈ കുടുംബിനിയായ ഈ കൊടും ഭീകരിയായിട്ടുള്ള നീലാംബരിയെ തളയ്ക്കാൻ മേപ്പാടൻ തിരുമേനിയുടെ കൂടെ എന്നെയും കൂടിയും കൂട്ടണമായിരുന്നോ? ഭക്ഷണൻ നിർത്ത തന്റെ ഈ ഊഞ്ഞാലിലെ ഡയലോഗ്. നമ്മള് മന്ത്രവാദിയും ജ്യോത്സ്യനൊക്കെ അല്ലേ, അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ശൈലിയൊക്കെ വേണ്ടേ? അല്ലേ? മിണ്ടാണ്ടിരിക്കണോ? നമ്മൾ പിടിക്കാൻ പോണത് ആരെയാണെന്നറിയോ? നീലാംബരിയെ. അല്ലാണ്ട് പിന്നെ നീലത്തിമംഗലത്തിനൊന്നും അല്ലല്ലോ. എന്നെ ബസ് കയറ്റി വിടണോ? വേണ്ട. സമയം അതിക്രമിച്ചിരിക്കണു. പെങ്ങളുടെ ശബ്ദം മാറിയല്ലോ. ചിലപ്പോ അങ്ങനെയാണ്, മാറിപ്പോ. എന്നാ കർമ്മം തുടങ്ങുക. ഓം ഹൈം ഹ്രീം ഓം ദേവി അമ്മേ മഹാമായേ പടച്ചോനെ കർത്താവേ കാറ്റുള്ളണേ നല്ലടോ. കാത്തോളണേ. അങ്ങനെ നാം നിർമ്മിച്ചിരിക്കുന്ന ഈ കളത്തിലേക്ക് നിന്നെ നാം ആവാഹിക്കുന്നു. കളത്തിലേക്ക് ഇരിക്കുക. പറഞ്ഞപ്പോ കൊളാക്കണോടത്താണ്. എവിടെയാണോ കളം? കളം സാങ്കല്പികം മാത്രം. മന്ത്രസിദ്ധിയോട് നോക്കണം. ഫുള്ള് ഉടായിപ്പാടില്ലേ? ഹ്രീം ഓം ഫട് സ്വാഹ ഓം ഫട് സ്വാഹ. മണി അടിക്കലടാ. ഞാൻ മണി അടിക്കല്ലാതെ അടിക്കും പോണടാ. പേടിയുള്ള ചകയാണ്. നിങ്ങൾക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? ഓരോരുത്തരെ വിളിച്ചു വരുത്തിയിട്ട് അതിന് ഈ ചെലവിലെടുക്കുന്നു വേണ്ടോ? ആരും ഒന്നും കൊടുക്കേണ്ടി വരൂല, ഒക്കെ ഓളെടുത്തോളും. ബ്ലഡ് ദാഹിയാണോള്. കസ്മല, ആരാണ് നീ? എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ആവാഹിക്ക് ഒലക്കേന്റെ മൂടാണ്. അല്ല, ഇജിപ്പോ കരിമ്പേലിന്റെ പേരല്ലേ? ഞാൻ കരിമ്പനയിലും പാലയിലും ഒന്നുമല്ല. ഞാൻ ഈ ബീച്ചിലാ. കാറ്റാടി മരത്തിനിടയിലൂടെ ഞാൻ ആടിപ്പാടി നടക്കുകയായിരുന്നു. കാറ്റാടി മരോ? കാറ്റാടി മരൊക്കെ മുറിച്ചോയില്ലേ? ഭക്ഷണം ചിലക്കാണ്ടിരിക്കുക. എന്റെ സ്വാമി, പറയൂ, എന്നെ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? എനിക്ക് കിതപ്പ് എപ്പോഴും ഉണ്ടോ? ഡോക്ടർ കാണിച്ചില്ല? കളി പറയല്ലേ സ്വാമി. കരിമ്പനേമ്പിൽ കയറി ഇറങ്ങുന്നതല്ലേ, കിതപ്പുണ്ടാവും. എടാ ലോക പൊട്ടാ, ബീച്ചിൽ എവിടെയാണ് കരിമ്പന? മാഷലൻ അതെടാ പറഞ്ഞു കൊടുക്കടാ. ബീച്ചിലാ മനുണ്ട്. എന്റെ സ്വാമി, പനൊക്കെ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഏതായാലും വന്ന കാലം നിൽക്കാണ്ട് ഈ കളത്തേക്ക് കയറിയിരിക്കും എന്റെ കുട്ടിയെ. അതൊക്കെ പോട്ടെ, എന്നെ നിങ്ങൾ എന്തിനാ വിളിച്ചു വരുത്തിയേ? അത് പറയേ. നിന്റെ ശല്യം കാണുന്ന നാട്ടിലെ ആൾക്കാർക്ക് സമാധാനം ഇല്ലാണ്ട് ചെയ്യുന്നത്. ഏതൊരു കുടുംബത്തിലായാലും നിന്നെ പോലെ ഒരെണ്ണോ. ഭാര്യ ഭർത്താവും ഭർത്താവ് ഭാര്യയാവുന്നു.
ആണ് പെണ്ണാവുന്നു, പെണ്ണാണാവുന്നു. എല്ലാരും എന്റെ മേക്കെട്ട് കയറിയപ്പോ ഞാൻ മേപ്പാടെ കീപ്പാടായി മാറിയിരുന്നു. അതുകൊണ്ട് നിന്നെ തിളയ്ക്കാനോ തിളയ്ക്കാനല്ല തുളയ്ക്കാനല്ലേ തിളയ്ക്കാൻ മെല്ലെ പറഞ്ഞാ മതി, ഓള് കേട്ടോളും. നല്ല അടക്കോ ഒതുക്കുള്ള കൂട്ടത്തിലാന്നാ തോന്നുന്നത്. കുടുംബീകരിയായ നിന്നെ നാം ആവാഹിച്ച് ബീച്ചിലെ ലൈറ്റ് ഹൗസിന്റെ അടുത്ത് എവിടെയും തിളയ്ക്കാൻ പോവുക. എന്ത്? എന്നെ തളയ്ക്കാനോ? ബാവുസ്വാമി, എന്നെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം എന്റെ ബാവുസ്വാമി? ഈ ഒരു യക്ഷി മാത്രമേ എന്നെ ബാബുസ്വാമി വിളിക്കുള്ളൂ. എന്റെ കഥ കേൾക്കണോ എന്റെ ബാവുസ്വാമി നിങ്ങൾക്ക്? നിക്ക് നേരല്ല, കട്ടയും പഴവും മടക്കി പോവാനുള്ളതാ പോണെ. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ മതി. നേരമില്ലാത്തോണ്ടാട്ടോ. ഞാൻ നീലാംബരി. എന്റെ ജനനത്തിൽ തന്നെ എന്റെ അസ്വാഭാവികമായ രൂപം എന്റെ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നോ എന്തോ. പാവപ്പെട്ട അവർക്ക് അത് മനസ്സിലായി കാണില്ല. അല്ലെങ്കിൽ അവരെന്തേ എന്നെ കൊന്നില്ല? അങ്ങനെയാണെങ്കിൽ എന്റെ ഡ്യൂട്ടി പറഞ്ഞിട്ടേ. വളർന്നു വലുതായപ്പോഴേ ശാരീരികമായും മാനസികമായും എന്നിൽ മാറ്റങ്ങൾ ഉണ്ടായി. അതിന്റെ ഗുണം കാണാണ്ട്. വഷളൻ. മറ്റു കുട്ടികളിൽ നിന്നും ഞാൻ വിഭിന്നയാണെന്ന് മെല്ലെ മെല്ലെ ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങി. അന്ന് മുതൽ ഞാൻ ഒറ്റപ്പെടാൻ തുടങ്ങി. നീ ഒറ്റപ്പെടാനും തുടങ്ങി, വീട്ടിലെ ലക്ഷ്യം കൊണ്ട് ഞാൻ ഇരട്ടപ്പെടാനും തുടങ്ങി. അത് തന്നെ മേപ്പാടം പറഞ്ഞതാണ് സത്യം. ഇല്ലത്തൊരു യക്ഷി ഇപ്പോഴും ഇല്ലേ മോനെ? ഓർമ്മ ഉണ്ടായാ മതി. കളി പറയല്ലേ ബാസ്വാമി? അർദ്ധരാത്രിക്കാണല്ലോ മോളെ കളി തമാശയും പറയല്. ഈ ലോകം എന്നെ പോലുള്ളവർക്ക് ജീവിക്കാൻ പറ്റിയതല്ല എന്ന് കാലം എന്നെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. എത്ര സഹിച്ചു മുന്നോട്ട് പോകുമ്പോഴും ദുരന്തങ്ങൾ എന്നെ വേട്ടയാടി. പക്ഷേ ഈ കഷ്ടപ്പാടുകൾക്കിടയിലും ഞാൻ കണ്ടെത്തിയ ഒരു പച്ചത്തുരുത്തായിരുന്നു എന്റെ സൗഹൃദം. എന്റെ എല്ലാ ദുഃഖങ്ങളും പങ്കിടാൻ പറ്റിയ ഒരാണ് ഹരിയേട്ടൻ. എന്റെ ഹരിയേട്ടൻ ബാസാമി. അയാളുടെ കൂടെ ഞാൻ ജീവിച്ചു തുടങ്ങുകയായിരുന്നു. നീലാംബരി, നിന്റെ പേരും നിന്റെ പാട്ടും എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. നീ ഇങ്ങനെ ഈ നാട്ടിൻപുറത്ത് കുടുങ്ങിക്കിടക്കേണ്ടവളല്ല. ഹരിയേട്ടാ, നമുക്കൊന്ന് ടൗണിലൊക്കെ പോയി ഒന്ന് അടിച്ചു പൊളിച്ചു വന്നാലോ? എന്താ? ഏയ്, ഞാനില്ല ഹരിയേട്ടാ. എനിക്ക് എന്നെ ഇഷ്ടമില്ലാത്ത ഈ നാട്ടിൻപുറാണ് എനിക്കിഷ്ടം. ടൗണിലേക്കൊന്നും ഞാനില്ല ചേട്ടാ. അങ്ങനെ പറയരുത് നീലാംബരി. എന്തൊക്കെ സംഗതികൾ അവിടെയുണ്ട്. ഞാൻ ആദ്യമായിട്ടല്ലേ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടുന്നത്. പ്ലീസ്, ഒരു പ്രാവശ്യം നമുക്ക് പോയാലോ? എങ്കിൽ ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം. പിന്നീട് എന്നെ നിർബന്ധിക്കരുത്. ഞാൻ വരില്ല കേട്ടോ ഹരിയേട്ടാ. എന്താടി നിനക്കൊരു പുളിഞ്ഞതാ? ഞങ്ങൾ ഈ പുരുഷഗണം തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിലായാലും ട്രെയിനിലായാലും. അങ്ങനെയുള്ള പുരുഷനായ ഞാൻ നിന്നിലൂടെയെങ്കിലും പ്രതികാരം ചെയ്യുകയാണ്. ഞാനത് ചെയ്തു. ഈ നീ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്.
വൃത്തികെട്ട മനുഷ്യൻ. എന്നെ പോലെ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നവർക്ക് വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ഞാൻ കരുതി. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് എന്നോട് ഈ ക്രൂരത കാണിച്ചത്? തെരുവ് നായ്ക്ക് വരെ ഉണ്ടാവുമേടോ തന്നേക്കാൾ വകതിരിവ്. പോണു എന്റെ മുമ്പിൽ നിന്ന്. മോളെ, നീ എന്താണ് എന്നെ പറ്റി മനസ്സിലാക്കിയത്? ഒരു സാമൂഹ്യ പ്രവർത്തകനായ ഞാൻ നാട്ടിൽ അന്തസ്സോടെ ജീവിക്കുന്നു. എനിക്ക് അവിടെ ഒരു നിലയും വിലയും ഒക്കെ ഉണ്ട്. നീയോ ഒന്നിനും കൊള്ളാത്ത, ഒരുത്തനും ഒരുത്തിയുമല്ലാത്ത ഒരു നീച ജന്മം. പിന്നെ നിന്നെയും കെട്ടിക്കൊണ്ട് ഞാൻ അവിടെ പൊറുതി കൂടുമെന്ന് നീ കരുതിയോ? ഈ ഹരി അത്രയ്ക്ക് പൊട്ടനല്ലടി. പിന്നെ നിനക്കൊരു ജോലി, അതിപ്പോ ഞാനായിട്ട് നിനക്ക് ഫ്രീ ട്രെയിനിങ് തന്നു എന്ന് കരുതിയാ മതി. എനിക്ക് നല്ല രാശിയാ. നിനക്കിനി വെച്ചടി പ്രൊമോഷനാ അല്ലടി മോളെ. അവനെ കൊല്ലാതെ വിട്ടത് എന്റെ കഴിവുകേടായി കരുതിയിട്ടുണ്ടാവും. അതിലും എളുപ്പമായിരുന്നു എന്റെ മരണം. എത്ര എന്നെ വേദനിപ്പിച്ചിട്ടും ഇവരെയൊന്നും ദ്രോഹിക്കാൻ എനിക്ക് കഴിയില്ല. ഇഷ്ടപ്പെടാനേ കഴിയൂ. കാരണം ഞാൻ ഈ ലോകത്തെ കാണുന്നതേ മഴവില്ലും പോലെ സുന്ദരമായിട്ടാണ്. എന്റെ നീലാംബരി, നിനക്ക് ഇങ്ങനെ ഒരു ജീവിതകഥ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്റെ ജ്യോതിഷം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. നീലാംബരി, വെള്ള സാരി എടുത്ത് നീളം കോമ്പലുമായിട്ട് പഴയ യക്ഷികളുടെ ഒരു ക്ലീശ പ്രതീകല്ല. ബ്ലഡ് ബാങ്കിലെ ഓപ്പോസിറ്റീവ് ബ്ലഡിന് നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്ന ജീൻസ് ഇട്ട ന്യൂജൻ യക്ഷിയുമല്ല. നിനക്ക് നിന്റേതായിട്ടുള്ള ഒരു അസ്തിത്വം എന്നും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ നിന്നെ തളയ്ക്കുന്നില്ല, ബന്ധനത്തിലാക്കുന്നില്ല. നിനക്ക് ഇഷ്ടം പോലെ ജീവിക്കാം സ്വതന്ത്രമായിട്ട്. എവിടെ? നന്ദിയുണ്ട് തിരുമേനി. പക്ഷേ നീ അറിയാതെ നിന്റെ പ്രതികാരം ഒരു ശാപമായിട്ട് ചില കുടുംബങ്ങളിൽ പ്രത്യക്ഷപ്പെടും. അത് പലപ്പോഴും നല്ലതിനായിരിക്കും. ഒരാൾ മറ്റൊരാളുടെ അധിപനല്ലല്ലോ എന്നും അടിച്ചമർത്തപ്പെടുന്നവൻ തിരിച്ചടിക്കുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ അത് നല്ലതാ. പൊയ്ക്കോ, നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. സന്തോഷായി തിരുമേനി. നിങ്ങളിൽ ഒരാളായി ഞാൻ എന്നും ഈ കടപ്പുറത്തുണ്ടാവും. പുഷ്പാങ്കത, ചക്കരെ ഇങ്ങോട്ട് നോക്കടാ. കുരുവി, ഞങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടാ. അറിയാൻ ചേട്ടാ, നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാം. എത്ര കാലം കഴിഞ്ഞാലും നിങ്ങളുടെയൊക്കെ ഈ വൃത്തികെട്ട പുഴുത്ത മനസ്സ് അതിനൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ ഒക്കെ കൂടെ ഞങ്ങളും ഇവിടെയൊക്കെ തന്നെ കാണും. കരിം
ഇവിടെ പൂർണ്ണമാവുന്നു.